ഇത് നമ്മുടെ വെക്കേഷൻ വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആട്ടാ. ഇന്ന് നമുക്ക് ലീവിന് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മിഠായികളും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പോകാട്ടാ. നമ്മൾ കുറെ നാൾ വിദേശത്ത് വന്ന് ജോലി ചെയ്തിട്ട് തിരിച്ച് ലീവിന് വെക്കേഷന് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് കുറെ സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും പറയാറുണ്ടായിരിക്കില്ലേ. അങ്ങനെ എൻ്റെ അടുത്തും പറയാറുണ്ട് കേട്ടാ. എൻ്റെ അടുത്ത് ഏതൊക്കെ മിഠായി മേടിക്കണം എന്നുള്ള ലിസ്റ്റ് മമ്മിയാണ് തന്നെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അകത്തൊക്കെ മേടിക്കണം എന്നുള്ള ലിസ്റ്റ് ഡാഡിയാണ് തന്നത് കേട്ടാ. പണ്ടൊക്കെ ഞാൻ ദുബായ് മോളിൽ നിന്നാണ് പർച്ചേസ് ഒക്കെ നടത്താറെങ്കിലും അതിനേക്കാളും കുറഞ്ഞ കാശിന് പുറത്തെ കടകളിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് എൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരു ഗഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഗഡിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ മിഠായും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പോയത് നമ്മുടെ ദുബായിലുള്ള അൽഗുബൈമ മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള ആബ്രയുടെ അടുത്തുള്ള അലി അക്ബർ ആസാദി എന്ന് പറഞ്ഞത് ഈ കാണുന്ന കടയിലേക്കാട്ടാ. ഈ കടയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള A to Z സാധനങ്ങൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കാശിന് മേടിക്കാൻ പറ്റുന്ന കാര്യം 100% ഉറപ്പാട്ടാ. അങ്ങനെ കടയിൽ എത്തിയിട്ട് ഡാഡിയും മമ്മിയും പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും മേടിച്ചു, പിന്നെ മിഠായും മേടിച്ചു. എനിക്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു ചെറിയ കുനാഫ ചോക്ലേറ്റ് ഞാൻ മേടിച്ചുട്ടാ. ഈ കുനാഫ ചോക്ലേറ്റിനെ പറ്റി കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നവരെ ട്രൈ ചെയ്തിട്ടുണ്ടായില്ല. ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എന്റെ അഭിപ്രായം പറയാട്ടാ. നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂട്ടാ. അങ്ങനെ ഞാൻ മിഠായികളും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ട് കണ്ണടച്ചിട്ട് ബില്ലും പേ ചെയ്തിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വന്നിട്ട് കുറച്ചു നേരം ആബ്രേര അവിടെ നിന്നിട്ട് കാറ്റ് കൊണ്ടിട്ട് പുറത്തത്തെ കുറെ കാഴ്ചകളൊക്കെ നോക്കി നിന്നുട്ടാ. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മുടെ ചോക്ലേറ്റ്സിന്റെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞുട്ടാ. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാട്ടാ.